കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ഡെയിലി വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾക്കിവിടെ സുഖമാണ്. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എന്തുണ്ട് നിങ്ങൾക്ക് വിശേഷം? രാവിലെ എഴുന്നേറ്റു, ചായ വെച്ചു. പതിവ് പോലെ കിച്ചുമോനിക്കും ചക്കിക്കുമുള്ള ചായ എടുത്ത് വെച്ചിട്ട് വേണം അവരെ വിളിച്ചെണീപ്പിക്കാൻ. ഇന്ന് അവർക്ക് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് അവർ ഉറങ്ങുവാണ്. അവർ പതുക്കെ എഴുന്നേറ്റാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ 9 മണിയായപ്പോഴാണ് ചായ വയ്ക്കുന്നത്. അതിനുശേഷം ഞാൻ പെട്ടെന്ന് എൻ്റെ ജോലിയൊക്കെ തീർക്കുവാണ്. ഞാനും ഇന്ന് എഴുന്നേൽക്കാൻ താമസിച്ചു. കുറച്ച് നേരമായതേ ഉള്ളൂ എഴുന്നേറ്റിട്ട്. നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ? ചായ കുടിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വരൂ, നമുക്കൊരുമിച്ച് ചായ കുടിക്കാം. 2 ദിവസം നോമ്പായിരുന്നുകൊണ്ടാണ് ഡെയിലി ബ്ലോഗൊന്നും ഇടാതിരുന്നത്. നിങ്ങൾക്കെല്ലാവരും നോയമ്പല്ലായിരുന്നോ? എന്തുണ്ട് നോമ്പിൻ്റെയൊക്കെ വിശേഷം? നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയുണ്ടോ? ഞങ്ങളുടെ ഇവിടെ മഴയില്ല, വെയിലാകട്ടോ. ഇന്നലെ ചെറുതായിട്ടൊക്കെ മഴ പെയ്തു. ഇന്നിപ്പം രാവിലെ മുതൽ നല്ല വെയിലാണ്. 30-ാം തീയതി ആകട്ടോ ഇരാറ്റുപേട്ടക്കാർക്കുള്ള സമ്മാനത്തിൻ്റെ നറുക്കെടുപ്പ്. ഏറ്റവും കൂടുതൽ കമൻ്റ് ഇട്ടവരൊക്കെ ഒന്ന് വീഡിയോസൊക്കെ അത് ഫുള്ളായിട്ട് കണ്ടോ കേട്ടോ. നിങ്ങളെല്ലാവരും 3 ദിവസം സ്കൂൾ അവധി അടുപ്പിച്ച് കിട്ടിയപ്പോൾ ട്രിപ്പൊക്കെ പോയേക്കുവാണോ? ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ഇത്താടെ ഡ്രസ്സൊക്കെ അടിപൊളിയാണ്, ഇത്ത എവിടെ നിന്നാണ് ഈ ഡ്രസ്സ് എടുക്കുന്നത്, ചുരിദാറാണെങ്കിലും മാക്സി ആണെങ്കിലും ഒക്കെ അടിപൊളിയാണെന്നൊക്കെ. ഒരുപാട് നന്ദി കേട്ടോ. പിന്നെ കുറേ പേര് പറഞ്ഞ് ഇത്തയുടെ ഡ്രസ്സ് കാണാൻ വേണ്ടി ഞങ്ങൾ വീഡിയോസൊക്കെ കാണുന്നതെന്ന്, ഡ്രസ്സും ഓർണമെൻറ്റ്സും കാണാൻ വേണ്ടിയാണെന്ന്. ഒരുപാട് താങ്ക്സ് കേട്ടോ, നിങ്ങളെന്നെ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ. എൻ്റെ വീഡിയോസ് നിങ്ങൾ ഇൻസ്റ്റയിലാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ ഇടണേ. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിലും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. പിന്നെ ഈരാറ്റുപേട്ടക്കാരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണണേ. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യണേ. യൂട്യൂബിൻ്റെ ലിങ്ക് കുറേ പേര് പിന്നെയും ചോദിക്കാറുണ്ട്. ഞാൻ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റയുടെയും DM-ൽ വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി നോക്കണേ. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ ബീഫ് കറി വയ്ക്കുവാണ്. ബീഫ് കറി വെക്കണം, പത്തിരി വാങ്ങിക്കണം. പിന്നെ ഉച്ചക്കലത്തേന് വേണ്ടി എനിക്ക് ചോറും കിളിമീൻ കറിയും കിളിമീൻ വറുക്കുകയും ചെയ്യണം. നിങ്ങൾക്കൊക്കെ ഇന്നെന്താ സ്പെഷ്യൽ? എല്ലാവരും സ്പെഷ്യൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ബീഫ് വയ്ക്കുന്നത് ഇറച്ചി കഴുകി വാരി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളി, പിന്നെ വേണ്ട മസാലകൾ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, ഗരം മസാല പൊടിച്ചത്, വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിക്കാതെ കൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കുവേ. എന്നിട്ടത് കുക്കറെ വെച്ച് അത് വെന്തതിന് ശേഷം ചെറിയ ഉള്ളി ചേർത്ത് ഒന്ന് താളിച്ചൊഴിക്കുവേ. ഞാൻ പിന്നെ എൻ്റെ സ്വന്തം പ്രീതി മിക്സിയിലാണ് ഞാനെല്ലാം അരിഞ്ഞെടുക്കുന്നത്. അതാകുമ്പോൾ നല്ല നൈസായിട്ട് കിട്ടും. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു സ്പൂൺ ഇടുവേ, ഇങ്ങനെ ഗ്യാസേക്കൂടെ തിളച്ച് വീഴാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ബീഫൊക്കെ വെന്തു. അതിനുശേഷം നല്ല മുളകിട്ട നല്ല കിളിമീൻ കറിയാണ് വെച്ചത്. കിളിമീൻ കറിയൊക്കെ എല്ലാവർക്കും വെക്കാൻ അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അതിനുശേഷം കിളിമീൻ വറുത്തെടുക്കുവാണ്. നല്ല വലിയ കിളിയായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുളകിട്ട് വെച്ചത്. കിളിമീനിക്ക് പൊതുവേ മുള്ളായതുകൊണ്ട് ഞാൻ കറി വെക്കാറില്ല. എന്നാലും എനിക്ക് കിളിമീൻ കറി ഭയങ്കര ഇഷ്ടമാണ്. എന്നെപ്പോലെ കിളിമീൻ കറി ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നിടം വരെ എല്ലാവർക്കും ബായ്. പിന്നെ എൻ്റെ വീഡിയോസിനൊന്ന് ലൈക്ക് ചെയ്യണേ, മറക്കല്ലേ.